പ്രൈസ് ലോർഡ്. സദൃശവാക്യമാണിത്, ശാലോമോൻ്റെ സദൃശവാക്യം. നമ്മുടെ ഉള്ളിലെ ദുരാത്മാവിൻ്റെ ചിന്തകൾ, നമ്മളെ വേട്ടയാടി പിടിക്കുന്ന ഒരു പൈശാചിക ചിന്തകൾ, അതിനെക്കുറിച്ചുള്ളൊരു ഉപദേശമാണ് ഇവിടെ സദൃശവാക്യത്തിൽ നമുക്ക് തരുന്നത്. ഏവർക്കും സ്വാഗതം. അതിന് 2-3 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നത്. സ്തോത്രം. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിൻ്റെ ശിരസിന് അലങ്കാരമാലയും നിൻ്റെ കഴുത്തിന് സരളപ്പളിയും ആയിരിക്കും. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപെട്ടു പോകരുത്. ഞങ്ങളുടെ കൂടെ വരിക, നാം രക്തത്തിനെ പരിധിയിരിക്കാം. നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്കാം. പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിലിറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായി വിഴുങ്ങിക്കളയാം. നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും, നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ട് നിറയ്ക്കാം. നിനക്ക് ഞങ്ങളുടെ കൂടെ സമാംശം കിട്ടും, നമുക്ക് എല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ, മകനെ, നീ അവരുടെ വഴിക്ക് പോകരുത്. നിന്റെ കാൽ അവരുടെ പാതയിൽ വെക്കുകയും അരുത്. അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു, രക്തം ചൊരിയിപ്പാൻ അവർ ബന്ധപ്പെടുന്നു. പക്ഷി കാണുക വല വിരിക്കുന്നത് വ്യർത്ഥമല്ലോ. അവർ സ്വന്തം രക്തത്തിനായി പതിയിരിക്കുന്നു, സ്വന്തം പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു. ദുരാഗ്രഹികളായ ഏവരെയും വഴികൾ അങ്ങനെ തന്നെ, അത് അവരുടെ ജീവൻ എടുത്തു കളയുന്നു. ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു, വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു. അവൾ ആരവമുള്ള തെരുക്കുകളുടെ തലയിൽ നിന്ന് വിളിക്കുന്നു. നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത്, ബുദ്ധിഹീനരെ, നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ, നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ, നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം. എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെ ത്യജിച്ചു കളയും. എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്കും കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ. ആമേൻ. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തുവല്ലോ, യഹോവഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല. സ്തോത്രം. ആമേൻ.